ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഫ്രീ ഫാളിലാണ്. വെള്ളിയാഴ്ച നിഫ്റ്റി 50 ഏകദേശം 336 പോയിന്റ് ഇടിഞ്ഞ് 25,471 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് ആകട്ടെ 1000 പോയിന്റിലധികം താഴ്ന്നു. നമ്മുടെ എല്ലാ പോർട്ട്ഫോളിയോകൾ നല്ല നഷ്ടത്തിലാണ്. കൂടാതെ വോളറ്റാലിറ്റി ഇൻഡെക്സ് ആയിട്ടുള്ള ഇന്ത്യ വിക്സ് 15 പോയിന്റിലധികം ഉയർന്നിട്ടുണ്ട്. ഇത് ഇൻവെസ്റ്റേഴ്സിനിടയിൽ പേടി കൂടുന്നതിന്റെ ഒരു സൂചനയാണ്. പക്ഷെ മാർക്കറ്റ് ഇത്രയും ഇടിഞ്ഞു നിൽക്കുമ്പോഴും നല്ല ഹൈ പ്രോബബിലിറ്റി ഉള്ള ചില ട്രേഡിംഗ് സെറ്റപ്പുകൾ ഫോം ആകുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഒരു പേടിയെ കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്, പകരം നല്ല സ്ട്രെങ്ത് കാണിക്കുന്നതും ബ്രേക്ക്ഔട്ടിന് സാധ്യതയുള്ളതുമായിട്ടുള്ള 5 സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഇത് ഞാൻ വെറുതെ റാൻഡം ആയിട്ട് എടുത്ത സ്റ്റോക്കുകളല്ല. ഇതിനെല്ലാം പിന്നിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ, അക്യുമുലേഷൻ പോലെയുള്ള കൃത്യമായിട്ടുള്ള ലോജിക്കുകളുണ്ട്. നമ്മൾ ചാർട്ടുകൾ നോക്കി ഓരോന്നിന്റെയും എൻട്രി പ്ലാൻ, സ്റ്റോപ്പ് ലോസ് ലെവലുകൾ, ടാർഗറ്റുകൾ എന്നിവ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ട്രേഡിംഗ് പ്ലാൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം. നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാനോ പറ്റുന്ന ചില സ്റ്റോക്കുകളായിട്ട് ഇതിനെ കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് കൂടി ഉണ്ടായിരിക്കണം. ചാർട്ടുകൾ നോക്കിയിട്ടുള്ള എന്റെ ഒരു എൻട്രി പ്ലാന്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റുകൾ എന്നിവ കൃത്യമായിട്ട് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ചത്തേക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ബാങ്കിങ് സെക്ടറിലെ ലീഡറായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, അതായത് SBI. മാർക്കറ്റ് വീക്ക് ആണെങ്കിലും SBI നല്ലൊരു റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് PSU ബാങ്കുകളിലെ ഈ ഒരു ഔട്ട് പെർഫോമൻസ് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഇതിലെ ഒരു സെറ്റപ്പ് ലോജിക്ക് വളരെ ക്ലിയർ ആണ്. ഇതൊരു സ്ട്രോങ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പ്ലേ ആണ്. ഈ സ്റ്റോക്ക് അതിന്റെ പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായി നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റിനെയും റാലിയുടെ അടുത്ത ഘട്ടം വരാനുള്ള സാധ്യതയുമാണ് കാണിക്കുന്നത്. ആക്ച്വലി ബാങ്ക് റിയലി സ്റ്റാർട്ടഡ് ലോ. എൻഡ് മൊമെന്റിൽ SBI ഈ ഒരു സെഗ്മെന്റ് ടേക്ക് ഓവർ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മാർക്കറ്റ് വീക്കായിരിക്കുമ്പോൾ ഒരു സ്റ്റോക്ക് നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് SBI ആണ്. PSU ബാങ്ക് റാലി അത്ര നിസ്സാരമായിട്ട് തുടങ്ങിയതല്ല. ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ വളരെ വ്യക്തമായിട്ട് കാണാം. ബ്രേക്ക്ഔട്ട് സസ്റ്റെയിൻ ചെയ്താൽ അടുത്തൊരു റാലി കൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ എൻട്രി പ്ലാനുകൾ ഇതാണ്. 1175-നും 1190-നും ഇടയിലുള്ള സോണിലാണ് നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 1155 നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് 1245 PSU സെക്ടറിലെ ഈ ഒരു സ്ട്രോങ് മൊമെന്റം തുടരുകയാണെങ്കിൽ അനലിസ്റ്റുകൾ പറയുന്ന രണ്ടാമത്തെ ടാർഗറ്റ് 1250 മുതൽ 1300 വരെയാണ്. അപ്പോൾ ഈ ഒരു എൻട്രി സോണുകൾ മിസ്സാക്കരുത്. നിങ്ങളും ഈ ചാർട്ടിൽ ഈ ലെവലുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അനാലിസിസ് ചെയ്ത് ഒരു എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ടാറ്റ സ്റ്റീൽ ആണ്. കുറച്ചു കാലമായിട്ട് അത്ര ആക്റ്റീവ് അല്ലായിരുന്ന ഒരു സെക്ടറിൽ നിന്നാണ് ഈ സ്റ്റോക്ക് വരുന്നത്. മെറ്റൽ സെക്ടറിൽ ഇപ്പോൾ ഒരു അക്യുമുലേഷന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു കമ്മോഡിറ്റി സൈക്കിൾ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷകളാണ് ഇതിന് കാരണം. അടുത്തിടെയുണ്ടായിട്ടൊരു വോളിയം എക്സ്പാൻഷൻ ഓപ്പറേറ്റർമാർക്ക് ഇതിൽ താല്പര്യമുണ്ട് എന്നുള്ളതിന്റെ ഒരു സ്ട്രോങ് സിഗ്നലാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ മൂവ് ഉടൻ തന്നെ നമുക്ക് ഈ ഒരു സെക്ടറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ എൻട്രി പ്ലാൻ അനുസരിച്ച് എൻട്രി 190-നും 195-നും ഇടയിലുള്ള സോണിലാണ്. സ്റ്റോപ്പ് ലോസ് 181-ൽ വെക്കാവുന്നതാണ്. ആദ്യത്തെ ടാർഗറ്റ് 208 മുതൽ 215 വരെയുള്ള ആ റേഞ്ചിലാണ്. പക്ഷെ ഒരു ഫുൾ സൈക്ലിക്കൽ റാലി വന്നാൽ രണ്ടാമത്തെ ടാർഗറ്റ് 225 മുതൽ 235 വരെ പോകാൻ സാധ്യതയുണ്ട്. മെറ്റൽ സെക്ടർ കുറച്ചു കാലം സൈലന്റ് ആയാൽ പേടിക്കേണ്ട കാര്യമില്ല. ഈ സൈലൻസ് പലപ്പോഴും ഒരു അക്യുമുലേഷന്റെ സൂചനയാണ്. വോളിയം സ്ട്രൈക്കിനോടൊപ്പം ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് കൂടി വന്നാൽ അതൊരു ഓപ്പറേറ്റർ മൂവ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ആ കമ്മോഡിറ്റി സൈക്കിൾ കറങ്ങി വന്നാൽ ടാറ്റ സ്റ്റീൽ ഒരുപക്ഷെ നമ്മളെ അതിശയിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഒരു ഹൈ ക്വാളിറ്റി NBFC ആയിട്ടുള്ള ബജാജ് ഫിനാൻസ് ആണ്. നിഫ്റ്റിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് നല്ല റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. കമ്പനിയുടെ AUM ഗ്രോത്ത് തന്നെയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. ഇതിന് പിന്നിലെ സെറ്റപ്പ് ഒരു ലോജിക് ക്ലാസ് ചാർട്ട് പാറ്റേൺ ആണ്. ഒരു ഫ്ലാഗ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക്ഔട്ട് ഫോം ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ വളരെ ടൈറ്റൺ ആയിട്ട് വരികയാണ്. അതിനർത്ഥം ഒരു വലിയ മൂവിനുള്ള എനർജി അവിടെ ബിൽഡപ്പ് ആവുന്നു എന്നാണ്. എൻട്രി പ്ലാൻ വളരെ സിമ്പിൾ ആണ്. 990-നും 1000-നും ഇടയിൽ നമുക്കൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു വോളിയം സ്പൈക്കോട് കൂടിയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് 965-ൽ വെക്കുക. നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് 1055-1080 റേഞ്ചാണ്. NBFC സെക്ടർ മൊത്തത്തിൽ ഒരു മൊമെന്റം കാണിച്ചാൽ രണ്ടാമത്തെ ടാർഗറ്റ് 1120-1150 വരെ എത്താൻ സാധ്യതയുണ്ട്. ഇതൊരു ഹൈ ക്വാളിറ്റി NBFC ആണ്. നല്ല ബാലൻസ് ഷീറ്റ് ഉള്ള സ്റ്റോക്കാണ്. പക്ഷേ മാർക്കറ്റ് ഈടെയായിട്ട് ഈ ഒരു സ്റ്റോക്കിനെ ഇഗ്നോർ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു.
ഇത്തരത്തിലുള്ള ഹൈപ്പ് കൊടുക്കാതെയുള്ള റിയലിസ്റ്റിക് അനാലിസിസ് നിങ്ങളുടെ ഒരു ടഫ് മാർക്കറ്റിൽ സഹായകരമാകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുവഴി ഇത്തരത്തിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ മൂല്യമുണ്ടെന്ന് യൂട്യൂബിന് കൂടി മനസ്സിലാവും. കൂടാതെ ഞങ്ങളുടെ വീക്ക്ലി മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. നമ്മുടെ 4ാമത്തെ സ്റ്റോക്ക് ഒരു ഡിഫൻസീവ് സ്റ്റോക്കാണ് ഏഷ്യൻ പെയിന്റ്സ്. പക്ഷേ നമ്മൾ ഇതിനെ ഒരു ടെക്നിക്കൽ കാഴ്ചപ്പാടിലൂടെയാണ് നോക്കുന്നത്. മാർക്കറ്റിന് ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ സ്മാർട്ട് മണി സാധാരണയായിട്ട് ഇതുപോലെയുള്ള ക്വാളിറ്റി ഡിഫൻസീവ് സ്റ്റോക്കുകളിലേക്കാണ് മാറാറ്. ഇതിൽ സെറ്റപ്പ് ലോജിക് ഒരു ടെക്സ്റ്റ് ബുക്ക് ടെക്നിക്കൽ പാറ്റേൺ ആണ്. സ്റ്റോക്ക് ഒരു ബോളിഞ്ചർ ബാൻഡ് സ്പീസ്ഡ് പോലെയുള്ള സെറ്റപ്പിലാണുള്ളത്. അതോടൊപ്പം ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ ബഹളങ്ങളൊന്നുമില്ലാത്ത സ്റ്റഡി ആയിട്ടുള്ള റാലിക്കുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. എൻട്രി പ്ലാൻ അനുസരിച്ച് 2330-നും 2350-നും ഇടയിലുള്ള സോണിൽ ഒരു എൻട്രി എടുക്കാം. ട്രേഡ് പ്രൊട്ടക്ട് ചെയ്യാൻ സ്റ്റോപ്പ് ലോസ് ഒരു ആ പ്രധാന സപ്പോർട്ട് ലെവലിന് തൊട്ട് താഴെ, അതായത് 2290 ലെവലിൽ വെക്കാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ഒരു കൺസർവേറ്റീവ് ലെവലായിട്ടുള്ള 2450 ആണ്. ഡിഫൻസീവ് റൊട്ടേഷൻ ശരിക്കും വർക്ക് ആവുകയാണെങ്കിൽ രണ്ടാമത്തെ ടാർഗറ്റ് 2550 വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആകുമ്പോൾ സ്മാർട്ട് മണി ക്വാളിറ്റി ഡിഫൻസീവ് സ്റ്റോക്കുകളിലേക്ക് പുഷ് ചെയ്യുന്നത് സാധാരണയാണ്. ഏഷ്യൻ പെയിന്റ്സ് അത്തരമൊരു സൈലന്റ് റാലി തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. വലിയ ബ്രേക്ക്ഔട്ട് ഒന്നും വേണ്ട, പതിയെ സ്റ്റഡി ആയിട്ടുള്ള ഒരു മൂവ് കിട്ടിയാൽ നമുക്കതൊരു വലിയ ബെനിഫിറ്റ് ആയേക്കും. ഇനി നമുക്ക് 5ാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതൊരു ലോ ബീറ്റ സ്റ്റോക്കാണ്. പക്ഷേ നിങ്ങൾ വില കുറച്ച് കാണരുത്. യൂട്ടിലിറ്റി സെക്ടർ മൊത്തത്തിൽ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു സെറ്റപ്പ് ലോജിക്ക് വളരെ മികച്ചതാണ്. സ്റ്റോക്ക് അതിന്റെ 50-day മൂവിംഗ് ആവറേജ് സപ്പോർട്ടിന് മുകളിലായിട്ട് നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ചാർട്ടുകളിൽ ഒരു ഗോൾഡൻ ക്രോസ് ഓവറിനുള്ള സാധ്യതയുമുണ്ട്. ഇതൊരു മീഡിയം ടൈമിലേക്കുള്ള ഒരു സ്ട്രോങ് ബുള്ളിഷ് സിഗ്നൽ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് 275-നും 280-നും ഇടയിലുള്ള ഒരു സപ്പോർട്ട് സോണിൽ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് 50 DMAക്ക് തൊട്ട് താഴെ 265-ൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ടാർഗറ്റ് 300, 305 ആണ്. ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ടാർഗറ്റ് 320-ഉം അതിന് മുകളിലോട്ടും പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു ലോ ബീറ്റ സ്റ്റോക്കാണ് എന്ന് കരുതി ഇതിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. യൂട്ടിലിറ്റി വാലി ചിലപ്പോൾ സ്ലോ ആയിരിക്കും, പക്ഷേ തീർച്ചയായിട്ടും സ്റ്റഡി ആയിരിക്കും. മാർക്കറ്റ് വോളറ്റൈലായിട്ട് നിൽക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ് ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 5 സ്റ്റോക്കുകളിൽ നിന്നും നിങ്ങളുടെ ഫേവറേറ്റ് പിക്ക് ഏതാണ് എന്ന് കമന്റുകളായിട്ട് അറിയിക്കുക. SBI ആണോ, ടാറ്റ സ്റ്റീൽ ആണോ, ബജാജ് ഫിനാൻസ് ആണോ, അല്ലെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ്, അതർവൈസ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഈ 5 സ്റ്റോക്കുകളുടെയും പ്രൈസ് ലെവലുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോന്നും കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് പോവാം. ചാർട്ടുകളിൽ ഈ ഒരു ലെവലുകൾ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകൾ കൂടി കൺഫേം ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലെവലുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് ടേബിൾ കൂടി ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റോക്കിന്റെ എൻട്രി സോണ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് 1, ടാർഗറ്റ് 2, റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 5 സ്റ്റോക്കിന്റെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇത് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ ആഴ്ചയിലേക്കുള്ള നമ്മുടെ വാച്ച് ലിസ്റ്റ് മാർക്കറ്റ് റിക്കവർ ആകുമെന്ന് വെറുതെ പ്രതീക്ഷിച്ചിരിക്കാനുള്ളതല്ല, കുറച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ട്രേഡിംഗ് സെറ്റപ്പുകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. നമ്മുടെ കയ്യിൽ SBIയിൽ ഒരു സ്ട്രോങ് ട്രെൻഡ് കണ്ടിന്യൂഷൻ പ്ലേ ഉണ്ട്. ടാറ്റ സ്റ്റീലിൽ ഒരു അക്യുമുലേഷൻ ആൻഡ് ബ്രേക്ക്ഔട്ട് സെറ്റപ്പ് ഉണ്ട്. അത് കമ്മോഡിറ്റി സൈക്കിൾ തിരിയുന്നതും കാത്തിരിക്കുക. ബജാജ് ഫിനാൻസ് പോലെ ഒരു ഹൈ ക്വാളിറ്റി സ്റ്റോക്കിൽ ഒരു ക്ലാസിക് ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക്ഔട്ട് ഫോം ആകുന്നുണ്ട്. പിന്നെ നല്ലൊരു റിസ്ക് റിവാർഡ് തരുന്ന ഏഷ്യൻ പെയിന്റ്സ്, പവർ ഗ്രിഡ് എന്നിങ്ങനെ 2 സ്റ്റഡി മൂവേഴ്സും നമ്മുടെ മുന്നിലുണ്ട്. ഇവ രണ്ടും കൃത്യമായിട്ട് ടെക്നിക്കൽ ബൗൺസും സപ്പോർട്ട് സ്ട്രക്ചറുകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മാർക്കറ്റ് വളരെ വോളറ്റൈൽ ആണ്. പക്ഷേ ഈ സെറ്റപ്പുകൾ നമുക്കൊരു ക്ലിയർ പ്ലാൻ തരുന്നുണ്ട്. ഈ ലെവലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് പാലിക്കുക. നിങ്ങളുടെ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുക. ഒരു പ്ലാനോട് കൂടി ട്രേഡ് ചെയ്യുന്നത് തന്നെയാണ് പ്രോ ട്രേഡേഴ്സിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഈ ആഴ്ച നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഇതുപോലെയുള്ള സെറ്റപ്പുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് കമന്റ്സിൽ അറിയിക്കുക. അടുത്ത മാർക്കറ്റ് അനാലിസിസ് വീഡിയോ മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും സുരക്ഷിതരായിട്ട് ട്രേഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.